ഹലോ ഫ്രണ്ട്സ്, ഞാനെന്നുള്ളത് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്താണ്. 2-3 ദിവസം അപ്ഡേഷൻ ഇടാൻ സാധിച്ചില്ല. അതിന് ശേഷം വന്ന അപ്ഡേഷൻ എന്തൊക്കെയാണ്? വലിയ മാറ്റങ്ങൾ തന്നെ വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഇനാഗുറേഷൻ അടുത്തെത്താറായി. അതുകൊണ്ട് വളരെ വേഗം തന്നെ വർക്ക് പൂർത്തിയാക്കുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് ഓരോ ദിവസവും നല്ല നല്ല വ്യത്യാസങ്ങൾ തന്നെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ടിൽ വരും. നമുക്ക് ആദ്യം ബ്രേക്ക് വാട്ടറിൻ്റെ അപ്ഡേഷനിലേക്ക് പോകാം. നമ്മുടെ മുന്നിൽ കാണുന്നത് ഒരു സ്പ്ലിറ്റ് ബാർജും തൊട്ടടുത്തൊരു പൊസിഷൻ ബാർജും നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാവുന്നതാണ്. ഇതാണ് ബ്രേക്ക് വാട്ടറിൻ്റെ എൻഡ് ഓൺ ഡംപിങ് നടക്കുന്നത്. അതായത് ലോറി റിവേഴ്സ് വന്നിട്ട് കല്ല് നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ എൻഡ് ഓൺ പോർഷനിൽ ഡംപ് ചെയ്യുന്നതും കാണാൻ സാധിക്കും. പിന്നെ 4-5 എക്സ്കവേറ്റർ ഒരേ സമയം വർക്ക് ചെയ്യുന്നു. അതുമാത്രമല്ല, നമ്മുടെ എഞ്ചിൻലെസ് ബാർജ് നമുക്ക് അടുത്ത് തന്നെ കാണാൻ സാധിക്കും. അതാ തൊട്ടടുത്ത് തന്നെയുണ്ട്. ആ എഞ്ചിൻലെസ് ബാർജിൽ നിന്നും എടുത്തു വെച്ച സ്റ്റോണ് നമ്മൾ ബ്രേക്ക് വാട്ടറിൻ്റെ മുകളിൽ തന്നെ കൂട്ടി വെച്ചിരിക്കുന്നതായിട്ടും കാണാൻ സാധിക്കും. അതിങ്ങനെ ലെവൽ ചെയ്ത് അടുക്കി പോകാൻ വേണം. 2-3 സൈഡിൽ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ആ വലിയ ക്രെയിൻ, അതായത് ആക്രോപോഡ് നിരത്തുന്ന വലിയ ക്രെയിനും അതിൻ്റെ തൊട്ട് താഴെയായിട്ട് പിന്നെയും ഒരു എഞ്ചിൻലെസ് ബാർജ് കാണാം. അതായത് 2 എഞ്ചിൻലെസ് ബാർജ് എൻഡ് ഓൺ ഡംപിങ്ങിൻ്റെ അവിടെ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. കണ്ടോ, ഇത് 2 എഞ്ചിൻലെസ് ബാർജ്. പിന്നെ നമുക്കിവിടെ ഒരു സ്പ്ലിറ്റ് ബാർജ് നമുക്ക് കാണാൻ സാധിക്കും. കേട്ടോ, ഇത്രയും ബാർജിങ്ങിന് ഇതാ എൻഡ് ഓൺ ഡംപിങ്ങിൽ ലോറികളിൽ സ്റ്റോണ് ഡംപ് ചെയ്യുന്നത് നമുക്കിവിടെ നിന്ന് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. എക്സ്കവേറ്ററിൻ്റെ സഹായത്തോടെയാണ് ചെയ്യുന്നത്. അതും നമുക്കിവിടെ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ കാണാൻ സാധിക്കും. പിന്നെ ആക്രോപോഡ് ഒരു വശത്ത് ഇത് ഫില്ല് ചെയ്ത് വരുവാണ്. അതിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ സെൻറ്റിനൽ ഹബ് എന്ന് പറയുന്ന സാറ്റലൈറ്റ് വ്യൂയിലൂടെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട് മനസ്സിലാക്കിയതാണ്. പിന്നെ നമുക്ക് തൊട്ടടുത്ത് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ട്രെഡ്ജിങ്ങിൻ്റെ മെഷീൻസാണ് കാണാൻ സാധിക്കുന്നത്. ട്രെഡ്ജിങ് ഇവിടെ നടപ്പുണ്ട്. വളരെ വേഗത്തിലാണ് ട്രെഡ്ജിങ് എല്ലാം നടക്കുന്നത്. ഡേ നൈറ്റാണ് ഈ വർക്ക്സ് എല്ലാം നടന്നത്, കംപ്ലീറ്റ് ആവുന്നത്. പിന്നെ നമുക്കിവിടെ ബ്രേക്ക് വാട്ടറിൻ്റെ ഒരു അപ്ഡേഷനിലേക്ക് പോകുന്നെങ്കിലും നമുക്ക് എൻഡ് ഓൺ ഡംപിങ്ങും എൻഡ് ബ്രേക്ക് വാട്ടറിൻ്റെ അപ്ഡേഷൻ നമുക്ക് എടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് എൻഡ് ബ്രേക്ക് വാട്ടറിൻ്റെ അപ്ഡേഷനാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു ടെമ്പററി ഷെൽട്ട് കാണാൻ സാധിക്കും. അതുമാത്രം ലോറികളിൽ അതാ സ്റ്റോണുകളായിട്ട് കൊണ്ടുവന്നിരിക്കുന്നു. ഇങ്ങോട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാം കംപ്ലീറ്റ് ആയിരിക്കുന്നു. പിന്നെ നമ്മളിതാ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഇവിടെയും ഇതാ ഒരു സ്പ്ലിറ്റ് ബാർജാണ് ഇതാ പോകുന്നത്. നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെയും സ്റ്റോണ് ഫില്ല് ചെയ്യാൻ വേണ്ടിയാണ് സ്പ്ലിറ്റ് ബാർജ് വന്നിട്ടുള്ളത്. ഈ ബെർത്തിൻ്റെ സൈഡിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പറഞ്ഞ ഡ്രഡ്ജ് ചെയ്ത മണൽ ഇവിടെയാണ് പോകുന്നത്. ഈ ഡ്രഡ്ജ് ചെയ്ത മണൽ കടലിലേക്ക് ഒഴുകി പോകാതിരിക്കാൻ വേണ്ടി ഒരു ബാരിക്കേഡ് പോലെ ബ്രേക്ക് വാട്ടർ പോലെ ഉണ്ടാക്കുന്നതാണ് ഇത് അവിടെ ആ സ്ഥലത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള സ്റ്റോണുമായിട്ടാണ് നമ്മുടെ ഈ പറഞ്ഞ സ്പ്ലിറ്റ് ബാർജ് വന്നിട്ടുള്ളത്. അതും നമുക്കിവിടെ നിന്നും കാണാൻ സാധിക്കും. ഇത് ബെർത്തിൻ്റെ സൈഡിലെ വ്യൂ ആണ് ഇതാ കാണാൻ സാധിക്കുന്നത്. ഈ സൈഡിൽ ശകലം വലിയ തിരമാല അല്ലെങ്കിൽ ചെറിയ തിരമാല മാത്രമേ ഉള്ളൂ. അതുമാത്രമല്ല, അവിടെ സ്റ്റോണുമായിട്ട് നമ്മുടെ ലോറിയും വരുന്നത് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. സ്പ്ലിറ്റ് ബാർജും ലോറികളിലുമായിട്ട് സ്റ്റോണുകൾ നമ്മുടെ ഈ ബെർത്തിൻ്റെ ഭാഗത്തായിട്ട് ഡംപ് ചെയ്യുന്നതും നമുക്കിവിടെ നിന്ന് കാണാം. ഒരു ലോറി ഇത് റിവേഴ്സ് വരുന്നുണ്ട്. പിന്നെ ബെർത്തിൻ്റെ പോർഷനിൽ കോൺക്രീറ്റിന് ആവശ്യമായിട്ടുള്ള ക്രെയിനുകളാണ് ഇവിടെ നിൽക്കുന്നത്. പിന്നെ നമ്മൾ ഈ കാണുന്ന വശമാണ് ഇനി നമുക്ക് കടലിൻ്റെ ഭാഗം നികത്തിയെടുക്കേണ്ടത്. അവിടെ ഡ്രഡ്ജിങ് വളരെ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതും കാണാൻ സാധിക്കും. പിന്നെ നമ്മുടെ 4 STS ക്രെയിൻ, എവിടെ നോക്കിയാലും നമ്മുടെ വിഴിഞ്ഞത്തിൻ്റെ യശസ് ഉയർത്തി കാണിക്കുന്ന 4 STS ക്രെയിൻ തലയുയർത്തി തന്നെ നിൽപ്പുണ്ട്. ഇതാണ് നമുക്ക് ഈ ഒരു വശത്ത് നിന്ന് നമുക്ക് കാണുന്ന ഒരു വ്യൂ. ഇനി നമുക്ക് ഡീറ്റെയിൽ അപ്ഡേഷനിലേക്ക് പോകാം. എന്തെല്ലാം മാറ്റങ്ങൾ പോർട്ടിനകത്ത് വരുത്തിയിട്ടുണ്ട്, വലിയ മാറ്റങ്ങൾ തന്നെ വരുത്തി കാണും. നമുക്ക് ആ വ്യൂവിലേക്ക് പോകാം. ഫ്രണ്ട്സ്, നമുക്ക് പോർട്ടിൻ്റെ വേറൊരു വ്യൂവിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയൊരു ക്രെയിന്, നമ്മൾ ഈ ക്രെയിന് സുപരിചിതമാണ്. നമ്മുടെ ബെർത്തിലേക്ക് ആവശ്യമായിട്ടുള്ള സ്ലാബുകൾ ഈ വശത്തും കൂട്ടിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് മരങ്ങളും പുല്ലൊക്കെ പിടിച്ച് കിടപ്പുണ്ടായിരുന്നു. ഇവിടെ ഇത്രത്തോളം സ്ലാബ് ഉണ്ടെന്ന് ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇവിടെ നിന്ന് ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും ഒത്തിരി സ്ലാബുകളാണ് ഇവിടെ കൂട്ടിയിട്ടുള്ളതുണ്ടോ. വളരെയധികം സ്ലാബുകളുണ്ട്. അത് കൊണ്ടുപോകാനാണ് ആ ക്രെയിൻസ് ഉള്ളത്. പിന്നെ നമുക്ക് ഈ വ്യൂവിൽ നിന്നും നമ്മുടെ പോർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ കാൻഡിലിവർ റെയിൽ മൗണ്ട് ഗ്രാൻഡി ക്രെയിൻ നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. ഈ വശത്ത് നമുക്ക് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, കണ്ടെയ്നേഴ്സും 40 ഫീറ്റും 20 ഫീറ്റും ഉണ്ട്, അതും കാണാൻ സാധിക്കും. പിന്നെ എഫിഷ്യൻസി ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കാൻഡിലിവർ റെയിൽ മൗണ്ട് ഗ്രാൻഡി ക്രെയിന് അത് പിക്ക് ചെയ്യുകയും ഡൗൺ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതും നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. ഇതാണ് ഈ വശത്തു നിന്നുള്ള വ്യൂ. അത് മാത്രമല്ല, നമ്മളവിടെ നാച്ചുറൽ സ്റ്റോൺ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തരം തിരിച്ച് നാച്ചുറൽ സ്റ്റോണോടെ ഫില്ല് ചെയ്തിരിക്കുന്നത് നമുക്കിവിടെ നിന്ന് വ്യക്തമായിട്ട് കാണാവുന്നതാണ്. കുറച്ചുകൂടി നല്ല വ്യൂവിനായിട്ട് നമുക്കിനി അടുത്തൊരു പൊസിഷനിലേക്ക് പോയാലും മതിയാവുള്ളൂ. അത് മാത്രമല്ല, കുറച്ച് ദൂരെയായിട്ട് നമുക്ക് വാട്ടർ ടാങ്ക് ആണെന്ന് തോന്നുന്നത് മൂവ് ചെയ്യുന്നത്. അതെല്ലാം മൂവ് ചെയ്യുന്നുണ്ട്.
അതും നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. നമുക്കിനി അടുത്ത വ്യൂയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ഇത് PO ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ട് വശമാണ്. ഈ വ്യൂ നമ്മളെപ്പോഴും വീഡിയോ എടുക്കുന്നതാണ്. പക്ഷേ ഇതിൻ്റെ തൊട്ട് താഴെ ഇതേപോലെ കാട് പിടിച്ച് കിടന്ന ചെറിയൊരു സ്ഥലം ഉണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം ഇപ്പോൾ ക്ലീൻ ചെയ്യേണ്ടത്. ഇത് ക്ലീൻ ചെയ്ത് നോക്കിയപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കെല്ലാം സ്ലാബുകൾ നിരത്തിയിട്ടുണ്ടോ. ഇത് നമ്മളെപ്പോഴും കാണുന്ന വ്യൂ ആണ് ഇവിടെ. പക്ഷേ ഇവിടെ ഈ ചെറിയ ചെറിയ മരങ്ങളൊക്കെ ഉള്ള കാരണം ശ്രദ്ധിച്ചു പോയിട്ടില്ല. പക്ഷേ ഇവിടെ എല്ലാം ക്ലീൻ ചെയ്തപ്പോൾ ഒത്തിരി സ്ലാബുകളാണ് ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇത് ക്ലീൻ ചെയ്തപ്പോൾ എല്ലാ സ്ലാബും പോർട്ടിലേക്ക് നീങ്ങുവാണ്. അതിൻ്റെ അർത്ഥം പോർട്ടിലെ വർക്കെല്ലാം ഇനി കോൺക്രീറ്റ് വർക്ക് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ വേഗം ഡേ നൈറ്റ് കോൺക്രീറ്റ് വർക്ക് തീർക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്ലാബുകളെല്ലാം കൊണ്ടുപോകുന്നുണ്ട്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഓരോ ദിവസം പോർട്ടിൻ്റെ അപ്ഡേഷൻ വളരെ വളരെ വേഗത്തിലായിരിക്കും എല്ലാ കാര്യങ്ങളും ഉള്ളത്. തൊട്ട് താഴെ നമുക്ക് ലോറിയുള്ള സ്റ്റോണുകൾ നിരനിരയായിട്ട് പോകുന്ന കാണാൻ സാധിക്കും കേട്ടോ. 1 2 3 ലോറികൾ ഇതാ ഇവിടെ പോകുന്നുണ്ട്. ഇത് എൻഡോൺ ഡംപിങ്ങിന് പോകുന്നുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ സ്പ്ലിറ്റ് ബാർജിലും ഇഞ്ചിൻലെസ് ബാർജിലും സ്റ്റോൺ ഫില്ല് ചെയ്യാൻ പോകുന്ന ലോറികളുമുണ്ട് ഉണ്ടോ. ഇതിൽ വ്യത്യസ്തം എന്ന് വെച്ചാൽ ബാക്കിലത്തെ ലോറിയിൽ ആ വലിയ സ്റ്റോൺ മാത്രമേ ഉള്ളൂ. അത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ചില ലോറികളിൽ ഈ ഫ്രണ്ടേ പോകുന്ന ലോറി ചെറിയ കല്ലും, ഈ ബാക്ക് പോകുന്ന ലോറികളിൽ വലിയ സ്റ്റോണാണ് കൊണ്ടുപോകുന്നത്. ഇത് ആ സ്പ്ലിറ്റ് ബാർജിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയായിരിക്കും ഉണ്ടോ. ഇതിലും വലിയ സ്റ്റോണാണ് ഉണ്ടോ. തരം തിരിച്ചാണ് ലോറികൾ കൊണ്ടുപോകുന്നത്. ഇതിപ്പോൾ സ്പ്ലിറ്റ് ബാർജിലേക്കാണ് ഈ ലോറികൾ അവിടെ ഡംപ് ചെയ്തിട്ട് അവിടെ നിന്ന് എക്സ്കവേറ്റർ ഉപയോഗിച്ച് സ്പ്ലിറ്റ് ബാർജിൽ കൊണ്ടുപോകാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. അതും ലോറികളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് നേരെ PO ബിൽഡിങ്ങിൻ്റെ മുൻവശത്താണ് നമ്മൾ അടുത്ത വ്യൂയിലേക്ക് പോകുന്നത്. ഇവിടെ നിന്ന് PO ബിൽഡിങ്ങിൻ്റെ മുൻവശവും കാൻറ്റിലിവർ റെയിൽ മൗണ്ട് ഗ്രാൻഡ് ഗ്രീനിന് E01 ഏറ്റവും ഫ്രണ്ടിൽ നിർത്തിയിട്ടുണ്ട്. അതും കാണാൻ സാധിക്കും. അതായത് നമ്മൾ ഇനി പറയാനുള്ള പ്രൈം മൂവേഴ്സ് 10 എണ്ണവും അവിടെ നിർത്തിയിട്ടുണ്ട്. കാരണം ഈ പറഞ്ഞ കണ്ടെയ്നർ കൊണ്ടുവന്നതാണ്. പിന്നെ എല്ലാ ക്രെയിൻ്റെ എഫിഷ്യൻസി ടെസ്റ്റാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ നമുക്ക് ബെർത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഇതവിടെ ആക്രോപോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും നിരത്തിയിട്ടിരിക്കുന്നു. അവിടെ എല്ലാം ഒന്നുകൂടി ഫില്ല് ചെയ്യുകയാണ്. ഫില്ല് ചെയ്യാൻ മീൻസ് ലെവൽ ചെയ്യുന്നതാണ്. ഇത് ബെർത്തിൻ്റെ ഏറ്റവും മുന്നേ വശമാണ്. ബെർത്തിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. ഇവിടെ എല്ലാം ലെവലിങ് നടക്കുന്നുണ്ട്. അതും ഇവിടെ വന്നാൽ കാണാൻ സാധിക്കും നമുക്ക്. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് PO ബിൽഡിങ്ങിൻ്റെ മുന്നിൽ നിന്നുള്ള കാഴ്ച അതാണ്. പിന്നെ നമ്മുടെ STS ക്രെയിന് തല ഉയർത്തി നിൽക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ദൂരെ നിൽക്കുമ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. ഫ്രണ്ട്സ്, നമുക്ക് ഈ വ്യൂവിൽ കാണാൻ സാധിക്കുന്നത് നമ്മൾ തൊട്ട് മുന്നേ കണ്ട വ്യൂ കടൽ ഭാഗമില്ലേ, അതിൻ്റെ തൊട്ട് മുകളിൽ കരയായിട്ട്, അതായത് ബെർത്തിനോട് അല്ലെങ്കിൽ നമ്മളെ യാർഡിനോട് ചേർന്ന് നടക്കുന്ന പ്ലേസാണ് നമ്മൾ പോർട്ടിനകത്തുള്ള വ്യൂവിലൂടെ കണ്ട് മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ തൊട്ട് താഴെയാണ് നമ്മൾ തൊട്ട് മുൻപേ കണ്ടത് ആ കടലോട് ചേർന്ന് നടക്കുന്ന സ്ഥലം, അതായത് ട്രെഡ്ജിങ് നടക്കുന്ന സ്ഥലം. അതായത് നേരത്തെ തന്നെ ട്രെഡ്ജ് ചെയ്ത് കൂട്ടിയിട്ടിരിക്കുന്ന ആ നാച്ചുറൽ സാൻഡെല്ലാം എക്സ്കവേറ്റർ ഉപയോഗിച്ച് ഇവിടുന്ന് ലെവൽ ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണേണ്ടത്. കണ്ടോ, ഇതാ എക്സ്കവേറ്റർ ഉപയോഗിച്ച് അത് ലെവൽ ചെയ്യുന്നു. 2-3 എക്സ്കവേറ്റർ ഇവിടെ തന്നെ ഉണ്ട്. അത് ഉപയോഗിച്ചാണ് നമ്മളെ ബെർത്തിൻ്റെ സൈഡിലെല്ലാം ലെവൽ ചെയ്യുകയാണ്. ഇതിൻ്റെ അപ്പുറത്തെ വശം കടലാണ്. ആ കടലിൻ്റെ ഭാഗത്തെല്ലാം നമ്മുടെ ഡ്രഡ്ജിങ് ഉപയോഗിച്ച് പിന്നെ ഫില്ല് ചെയ്തെടുക്കുന്നതാണ് നമുക്ക് കഴിഞ്ഞ വ്യൂയിലൂടെ കാണാൻ സാധിച്ചത്. പക്ഷേ ഇവിടെ കാണുന്ന ഈ വ്യൂ ആകട്ടെ, ഇവിടെ നിന്നും ഈ പോർട്ടിൻ്റെ സൈഡിലുള്ള സ്ഥലങ്ങളെല്ലാം ഏതാണ്ട് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നാലും അവിടെ വർക്കുകളെല്ലാം നടക്കുന്നുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ കാൻറ്റിലിവർ റെയിൽ മൗണ്ട് ഗ്രാൻഡ് ഗ്രീൻ E04 ഏറ്റവും ബാക്കിലായിട്ട് നിർത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ വലിയ മാറ്റങ്ങളില്ല. എന്നാലും വർക്കുകളെല്ലാം വളരെ വേഗത്തിലാണ് നടക്കുന്നത്. ക്രെയിനിൻ്റെ പൊസിഷൻ ചേഞ്ചസ് അല്ലാതെ ബെർത്തിൻ്റെ സൈഡിലേക്ക് വർക്കെല്ലാം ഒരു ലാഗും ഇല്ലാതെ പുതിയ രീതിയിലേക്ക് വർക്ക് നീങ്ങുന്നത് നമുക്കിവിടെ നിന്ന് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതാ നമ്മുടെ നാച്ചുറൽ സാൻഡുമായിട്ട് ലോറികൾ ഇവിടെ നിന്നും കടന്നു പോകുന്നത് കാണാം. ഈ ലോറികൾ നമ്മൾ നാച്ചുറൽ സ്റ്റോണുമായിട്ട് കടന്നു പോകുന്നതല്ലാതെ ഈ വശത്തുള്ള വർക്കുകളാണെങ്കിൽ നമ്മുടെ ഈ മണലുമായിട്ടും ചെമ്മണ്ണുമായിട്ടും കടന്നു പോകുന്ന ലോറികളാണ് ഈ ബെർത്തിൻ്റെ സൈഡിൽ ഇവിടെ ഈ ലോറികളെല്ലാം പോകുന്നത്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കോൺക്രീറ്റ് പണികളാൽ എല്ലാം ഫില്ലായി കഴിഞ്ഞിരിക്കുന്നു. ബെർത്തിന് ഏതാണ്ടൊരു ഇവിടെയൊക്കെ നല്ല ലെവലിംഗ് വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ. ഇവിടെയൊക്കെ ലെവലിംഗ് വന്നതായിട്ട് കാണാൻ സാധിക്കും. ബെർത്തിൻ്റെ ഈ പോർഷൻസൊക്കെ അതാണ് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഇതാ ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കോൺക്രീറ്റിൻ്റെ ഫില്ലിംഗ് പോർഷനെല്ലാം ഇവിടെ ആയിരിക്കും നടക്കുന്നത്. കാരണം ഇവിടെയാണ് ആ വലിയ ക്രെയിൻസ് എല്ലാം ഉള്ളത്. കാരണം നമുക്ക് നോക്കാം, നമുക്ക് ആ പറയുന്ന ബെർത്തിലേക്ക് ആവശ്യമായിട്ടുള്ള സ്ലാബിൻ്റെ ലെവലിംഗ് ഒക്കെ നമുക്ക് നോക്കാം. ഇവിടെ ആയിരിക്കും അത് ഫില്ല് ചെയ്തുകൊണ്ട് വരുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സെൻട്രൽ ഹബ്ബ് ഉപയോഗിച്ചപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചു ഏതാണ്ട് 400 മീറ്റർ കംപ്ലീറ്റേഷൻ ഓഫ് വർക്കാണ് ബെർത്തിൻ്റെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പാർട്ടാണ് നമ്മൾ ഈ കാണുന്ന ക്രെയിൻസ് എല്ലാം.
അവിടെയും ഒത്തിരി സ്റ്റാഫുകൾ അവിടെ ഉള്ളതായിട്ട് നമുക്കിവിടെ വന്നാൽ കാണാൻ സാധിക്കും. അവിടെ എല്ലാം വർക്കുകളെല്ലാം വളരെ വേഗം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നല്ല ചൂടും പൊടിയും കാരണം ടെമ്പററി ഷെൽട്ടറിലാണ് നമ്മുടെ ലേബേഴ്സ് എല്ലാം ഒന്ന് വിശ്രമിക്കുന്നത്. അത് നമുക്കിവിടെ വന്നാൽ കാണാൻ സാധിക്കും. നല്ല ചൂടാണ് പോർട്ടിനകത്ത്. പിന്നെ ചെറിയൊരു കടൽക്കാറ്റൊക്കെ ഉള്ള കാരണം ചൂട് വലുതായിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നമ്മൾ പുറത്തൊക്കെ നിന്ന് ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ നല്ല ചൂട് അനുഭവപ്പെടുന്നു. പൊടിയും കാണും, അതും പോർട്ടിനകത്ത് തന്നെ കാണും. ഇതാണ് ഇവിടെ നിന്ന് കാണുന്നത്. ഇനി നമുക്ക് അടുത്തൊരു വ്യൂയിലേക്ക് പോകാം. അടുത്തൊരു വ്യൂയിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊന്ന് സൂം ഔട്ട് ചെയ്ത് നോക്കിയാൽ നമ്മൾ തൊട്ട് താഴെയായിട്ട് ഏറ്റവും താഴെയായിട്ട് നമുക്ക് നമ്മുടെ നാച്ചുറൽ സ്റ്റോണുകളെല്ലാം തരം തിരിച്ച് ഇവിടെ താഴെയിട്ടുണ്ട് കാണാൻ സാധിക്കും. നമുക്ക് വലുതും ചെറുതുമായ നാച്ചുറൽ സ്റ്റോൺ കാണാൻ സാധിക്കും. അതുമാത്രമല്ല നമ്മൾ നേരത്തെ കണ്ട സ്ലാബുകളെല്ലാം ഇവിടെ റീഫിൽ ചെയ്തിരിക്കുന്നു. കുറച്ച് കൂടുതൽ സ്ലാബെല്ലാം വന്നതായിട്ടും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. കണ്ടോ, ഇവിടെ എല്ലാം സ്ലാബ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ട്രെയിൻ ഇവിടെ നിന്ന് സ്ലാബ് പൊക്കിക്കൊണ്ട് പോകും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ലോറികളിലായി. അതും കാണാൻ സാധിക്കും. ഇനി തൊട്ടടുത്ത വ്യൂയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, നമുക്ക് ഈ വ്യൂവിൽ അടുത്തടുത്ത വ്യൂ തന്നെയാണ്. ഇവിടെ നോക്കിയാൽ നമുക്ക് 40 ഫീറ്റിൻ്റെയും കണ്ടെയ്നർ കാണാം. അത് മാത്രമല്ല നമ്മളെ കാൻറ്റിലിവർ റെയിൽമൗണ്ട് ഗ്രാൻഡി ക്രെയിന് മൂവ് ചെയ്യുന്നത് നമുക്കിവിടെ നിന്ന് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. കാൻറ്റിലിവർ റെയിൽമൗണ്ട് ഗ്രാൻഡി ക്രെയിൻ E02 മൂവ് ചെയ്യുന്നത്. അത് മാത്രമല്ല വിത്ത് കണ്ടെയ്നർ ഹോൾഡായിട്ടാണ് മൂവ് ചെയ്യുന്നത്. അത് നമുക്കൊരു നല്ലൊരു കാഴ്ചയാണ്, കണ്ടെയ്നറായിട്ട് മൂവ് ചെയ്യുന്നത് കാണാൻ. നമ്മളിന്ന് വന്നപ്പോൾ കിട്ടിയ കാഴ്ചയാണത്. ഉണ്ടോ, നമ്മുടെ എഫിഷ്യൻസി ടെസ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ക്രെയിൻസ് എല്ലാം ഇങ്ങനെ മൂവ് ചെയ്യുന്നത്. വളരെ വേഗത്തിൽ മൂവ് ചെയ്യുന്നു. അത് യാർഡിനകത്ത് അൺലോഡ് ചെയ്യുന്ന കാഴ്ചയും നമുക്കിവിടെ നിന്ന് കാണാൻ സാധിച്ചു. ഉണ്ടോ, അൺലോഡ് ചെയ്ത് വളരെ വേഗത്തിൽ മൂവ് ചെയ്യുന്ന എഫിഷ്യൻസി ടെസ്റ്റാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. അത് അൺലോഡ് ചെയ്തു. ഇത് കാൻറ്റിലിവർ റെയിൽമൗണ്ട് ഗ്രാൻഡി ക്രെയിൻ E02 ആണ്. തൊട്ടപ്പുറത്ത് നമുക്ക് കുറച്ചുകൂടി കാണാൻ സാധിക്കും Z02. നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അതിന് പാരലായിട്ടാണുള്ളത് 2 ക്രെയിൻസും. അതാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ തൊട്ടപ്പുറത്ത് നമ്മുടെ ഷിഫ്റ്റ് ഷോർ ക്രെയിനെല്ലാം ഓരോ ക്രെയിനും ഗ്യാപ്പിട്ട് നിരത്തിയിരിക്കുന്നു. അതായത് നമ്മുടെ നേരത്തെ നിന്ന് ബെർത്തിൻ്റെ വീതി, അതായത് നീളം കൂടിയതായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സെൻറ്റിനൽ ഹബ് ഉപയോഗിച്ച് ഇപ്പോൾ അറിയാൻ സാധിച്ചു. അപ്പോൾ അതിനനുസരിച്ച് ക്രെയിൻസ് എല്ലാം ക്രമീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ക്രമീകരണങ്ങൾ മാത്രമല്ല, ഈ പറഞ്ഞ STS ക്രെയിൻ്റെ എഫിഷ്യൻസി ടെസ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്താണ് നീക്കി അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ടുള്ളത്. പോറിൻ്റെ സ്ഥലങ്ങളെല്ലാം നല്ല കോൺക്രീറ്റ് ഫിനിഷിംഗ് വർക്ക് നടന്നതായിട്ടും നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. അത് മാത്രമല്ല 20 ഫീറ്റും 40 ഫീറ്റും കണ്ടെയ്നർ നിരത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ടഗ് ബോട്ടും കാണാൻ സാധിക്കും. അതുമാത്രമല്ല ട്രാക്കിൻ്റെ പണികൾ പിന്നെയും പുരോഗമിക്കുകയാണ്. കൂടുതൽ ട്രാക്ക് നിർമ്മിക്കുകയും ട്രാക്കിൻ്റെ എഫിഷ്യൻസി ടെസ്റ്റും നടക്കുന്നുണ്ട്. ഇതാണ് ഈ ട്രാക്കിൻ്റെ വർക്കുകളാണ് ഇവിടെ നടക്കുന്നത്. അത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ പണ്ട് പറഞ്ഞ പോലെ ബങ്കേഴ്സ് എല്ലാം കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്ത് യാർഡ് ഫില്ലായിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് നമ്മുടെ STS ക്രെയിന്. ഇവിടെയും കോൺക്രീറ്റ് വർക്കുകൾ തൊട്ട് താഴെ ഇവിടെയും കോൺക്രീറ്റ് വർക്കുകൾ പുരോഗമിക്കുന്നുണ്ട്. അതും ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നു. 3-4 ദിവസം, അത് എനിക്ക് തോന്നുന്നു ഓരോ ദിവസവും നല്ല വ്യക്തമായിട്ടുള്ള അപ്ഡേഷനാണ് നമുക്ക് ഈ യാർഡിലും പോർട്ടിലുമായിട്ട് കാണാൻ സാധിക്കുന്നത്. കാരണം ഡേറ്റ് അടുത്തുകൊണ്ട് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഫിനിഷിംഗ് വർക്കിലോട്ടാണ് നമ്മുടെ പോർട്ടിൻ്റെ വർക്കുകളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് നമുക്ക് ഈ വശത്തു നിന്ന് ഈ വ്യൂവിൽ കാണാൻ സാധിക്കുന്നത്. തൊട്ട് താഴെ നാച്ചുറൽ ഫ്രണ്ട്സ്. ഇനി നമുക്ക് അടുത്തൊരു വ്യൂവിലേക്ക് പോകാം. തൊട്ട് മുന്നേ PO ബിൽഡിങ്ങിൻ്റെ മുൻവശമാണ് നമ്മൾ കണ്ടെങ്കിൽ അതിന് ശേഷം PO ബിൽഡിങ്ങിൻ്റെ ബാക്ക് വശമാണ് കാണുന്നത്. ഇവിടെയാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ പറഞ്ഞ പോലെ നാച്ചുറൽ സ്റ്റോൺ തരംതിരിച്ച് ഇവിടെ എല്ലാം ഡംപ് ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെ നിന്നാണ് നമ്മൾ ഈ കാണുന്ന ഈ പറഞ്ഞ സ്പ്ലിറ്റ് ബാർജും ഇഞ്ചിൻലെസ് ബാർജും ഇവിടെ നിന്നാണ് പോകുന്നത്. സ്പ്ലിറ്റ് ബാർജിലേക്ക് സ്റ്റോൺ കൊണ്ടിടുന്നതിനായിട്ട് ലോറികൾ ഡംപിങ്ങിനായിട്ട് നിൽപ്പുണ്ട്. 2 സ്പ്ലിറ്റ് ബാർജ് ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് ഇവിടെ തുടങ്ങാം. ഇവിടെ 3 സ്റ്റോണുകളാണ് നിരത്തിയിട്ടുള്ളത്. നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. അത് മാത്രമല്ല നമ്മൾ നേരത്തെ അവിടെ കണ്ട ലോറികളെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എല്ലാം തറയിൽ നമുക്ക് കാണാൻ സാധിച്ചു ചെളിയുണ്ട്. കാരണം ചെളി വരാൻ കാരണം ഈ പോർട്ടിൽ നിന്നുള്ള പൊടി കൂടുതലായിട്ട് അടിക്കുന്ന കാരണം ഇതെല്ലാം നനച്ചു കൊടുക്കുന്നുണ്ട്. കാരണം പ്രോപ്പർ വെയിലാണ് ഇവിടുത്തെ വർക്കെല്ലാം നടക്കുന്നത്. കാരണം ഈ പൊടി ഇങ്ങോട്ട് തീരദേശത്തുള്ളവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇത് നനച്ചു കൊടുത്ത് പോകുന്നത്. അപ്പോൾ അധികം പൊടി കാണില്ല. ഇതാണ് നമുക്ക് ഈ വശത്തു നിന്നുള്ള കാണുന്ന വ്യൂ. കൊണ്ടാൽ നമുക്ക് ഈ 2 റോഡുകളാണ് നേരെ പോകുന്നത്. ഇതാണ് ഡംപ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഡംപ് ചെയ്യുന്നത്. ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണുന്നവർക്കാണെങ്കിൽ അത് കാണാൻ സാധിക്കും. ഇതാണ് ബാർജിലേക്ക് ഡംപ് ചെയ്യുന്നു. 2 ലോറികൾ ഒരേ സമയം ഡംപ് ചെയ്യുന്നു. ഉണ്ടോ, 50-100 ലോഡ് സ്റ്റോൺസ് ആ ബാർജിൽ ഉൾക്കൊള്ളുന്നതാണ്. അത്രയും വലിയ ബാർജാണ്.
ഈ റോഡ് പോയിട്ട് വലത്തോട്ടും ഇടത്തോട്ടും തിരിഞ്ഞ് വലത്തോട്ട് കയറി ലോറികൾ പോകുന്നത് നമ്മുടെ ബാർജിലേക്ക് ഡംപിങ്ങിനാണ് പോകുന്നത്. നേരെ പോകുന്നത് നമുക്ക് ഈ പറയുന്ന എൻഡോൺ ഡംപിങ്ങിനാണ് ലോറി പോകുന്നത്. അതുമാത്രമല്ല മുന്നേ പോകുന്നൊരു ലോറി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആക്രോപോഡ് മറ്റ് ലോറികൾ പോകുന്നത് കാണാൻ സാധിക്കുന്നുണ്ടോ? അതാ ഒരു ലോറിയിൽ ആക്രോപോഡ് മറ്റേ മുന്നേ പോകുന്ന ലോറി ആക്രോപോഡ് മറ്റാണ് പോകുന്നത്. അത് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതാ പോകുന്നുണ്ട് ഉണ്ടോ. അപ്പോൾ ആക്രോപോഡിൻ്റെ വർക്കും അതായത് നമ്മുടെ ഫിനിഷിങ് വർക്കും വളരെ വേഗത്തിലാണ് ഈ പറഞ്ഞ ബ്രേക്ക് വാട്ടറിൻ്റെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല ഇനി നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ 2 ബാർജിന് ഇവിടെ ഉണ്ട്. അത് കറക്റ്റായിട്ട് നിർത്തിയിട്ടുള്ളത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബോട്ടും നമുക്ക് കാണാൻ സാധിക്കും ഉണ്ടോ. ബോട്ട് പ്രസ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് 2 ബാർജിനും അനങ്ങാതിരിക്കാൻ വേണ്ടി. അതെല്ലാം എക്സ്കവേറ്റർ ഉപയോഗിച്ച് തരം തിരിച്ചുള്ള സ്റ്റോണുകൾ ബാർജിൽ ഫില്ല് ചെയ്യുന്നതും നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. തൊട്ടപ്പുറത്താണ് സ്പ്ലിറ്റ് ബാർജ് ഉള്ളത്. അതിലേക്ക് ലോറിയുള്ള സ്റ്റോൺ കൊണ്ടുവന്ന് ഫില്ല് ചെയ്യുന്നത് കാണാൻ സാധിക്കും. 2 രീതിയിലേക്ക് ഫില്ല് ചെയ്ത് 2 or 3 രീതിയിലേക്ക് ഫില്ല് ചെയ്തിട്ടാണ് എൻഡോൺ ഡംപിങ്ങിന് പോകുന്നത്. ഇത് കൂടാതെയാണ് ലോറികളിലും സ്റ്റോൺ പോകുന്നത്. ഇങ്ങനെ എൻഡോൺ ഡംപിങ്ങിന് ആവശ്യമായിട്ടുള്ള സ്റ്റോണുകളും നമ്മൾ ബ്രേക്ക് വാട്ടർ എൻഡോൺ ഡംപിങ്ങിനും ബ്രേക്ക് വാട്ടറിൻ്റെ പണികളെല്ലാം വളരെ വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് നാച്ചുറൽ സ്റ്റോണിൻ്റെ മല എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആ ഒരു വ്യൂയിലേക്ക് പോകണം. അതാണ് ബ്രേക്ക് വാട്ടറിൻ്റെ നമുക്ക് എത്രത്തോളം സ്റ്റോണ് തീർന്നിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്ന വ്യൂ. നമുക്ക് ആ വ്യൂയിലേക്ക് പോകാം. അതിന് മുന്നേ നമുക്ക് ഇവിടെ വന്നാൽ കാണുന്ന ആ പോർട്ടിലെ വ്യൂ നമുക്ക് കാണാം. ഇപ്പോഴും നമുക്ക് കാണിക്കുന്നു എഫിഷ്യൻസി ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് കാൻറ്റിലിവർ റെയിൻ മൗണ്ടഡ് ഗ്രാൻഡി ക്രെയിൻ E02 മൂവ് ചെയ്യുന്നത് കാണാൻ വളരെ വേഗത്തിലാണ് അത് മൂവ് ചെയ്യുന്നുണ്ടോ. ഇവിടെ നിന്നുള്ള അതും കാണാൻ സാധിക്കും. നേരത്തെ തൊട്ട് മുന്നേ ഈ പറഞ്ഞ ക്രെയിനിൽ തന്നെയാണ് മൂവ് ചെയ്ത് ഫുള്ള് ഇത് മൂവ് ചെയ്യുന്നത് റിമോട്ട് കൺട്രോളിലാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, എൻ്റെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എഫിഷ്യൻസി ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് വളരെ വേഗത്തിൽ ബാക്കും ഫ്രണ്ടും മൂവ് ചെയ്യുന്നതും നമുക്ക് ഈ വ്യൂവിൽ നിന്നും കാണാൻ സാധിക്കും. ഇതാണ് നമുക്ക് ഈ വ്യൂവിൽ നിന്നും നമ്മുടെ പോർട്ടിനകത്ത് കാണുന്ന ഒരിത്. അതാ കുറച്ച് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ബെർത്തിൻ്റെ അടുത്ത സ്ഥലങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് ഹൈറ്റ് കൂടിയായിരുന്നു ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഏതാണ്ടൊക്കെ വർക്ക് ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുന്നത്, എല്ലായിടത്തും വർക്ക് ഫിനിഷിങ് വർക്കിലേക്കാണ് മിക്ക വർക്കുകളും പോകുന്നതാണ് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉണ്ടോ. എല്ലാ വർക്കും ഫിനിഷിങ്ങിലോട്ടാണ് പോകുന്നത്. നമുക്കിനി സ്ഥിരം പറയുന്ന പോലെ ബ്രേക്ക് വാട്ടറിൻ്റെ ഫുൾ വ്യൂ കിട്ടുന്ന നാച്ചുറൽ സ്റ്റോണിൻ്റെ ഫുൾ വ്യൂ കിട്ടുന്ന വ്യൂയിലേക്ക് പോകാം. നമ്മൾ പല വീഡിയോകളായി നാച്ചുറൽ സ്റ്റോണിൻ്റെ മല എന്ന് പറയുന്ന ആ ഭാഗം ഇനി നമുക്ക് അങ്ങനെ അവകാശപ്പെടാൻ സാധിക്കില്ല. കാരണം അങ്ങനെ ഒരു പോർഷൻ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ. അങ്ങനെ മലയെന്ന് പറഞ്ഞ പോർഷൻ ഇല്ല. നമ്മളെ വീഡിയോ കാണുന്നവർക്ക് സ്ഥിരമായിട്ടറിയാം വലിയൊരു കുന്നായിരുന്നു ഈ പറയുന്ന പ്ലേസ്. ഇതെല്ലാം സ്റ്റോൺ തീർന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സ്റ്റോൺ തീർന്നു പറഞ്ഞ് ഇനി പോർട്ടിലേക്ക് ആവശ്യമായ സ്റ്റോൺ ഇല്ല എന്ന് നമ്മുടെ പ്രേക്ഷകർ വിചാരിക്കേണ്ട. കാരണം അന്ന് കുറച്ച് ദിവസം വർക്ക് നടക്കാതിരുന്ന സമയത്തല്ല ഇവിടെ കൊണ്ട് തട്ടിക്കൂട്ടിയതാണ് ഇത്രയും വലിയ സ്റ്റോൺ ഇങ്ങനെ ആയത്. ഡെയിലി തന്നെ 100 കണക്കിന് ലോഡുകളാണ് നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ടിലേക്ക് നാച്ചുറൽ സ്റ്റോണുമായിട്ട് ലോറികൾ ഒഴുകിയെത്തുന്നത്. അപ്പോൾ സ്റ്റോണിന് യാതൊരുവിധ പ്രോബ്ലംസും ഇവിടെ ഇല്ല. പറയാനുള്ളത് 2 സെക്ഷനായിട്ടാണ് നമ്മളെ നാച്ചുറൽ സ്റ്റോൺ ഇവിടെ ഫില്ല് ചെയ്തിട്ടുള്ളത്. അതായത് ഇത് നമ്മുടെ എക്സ്കവേറ്റർ വെച്ച് തരം തിരിച്ചതായിട്ടാണ് വലിയ സ്റ്റോണും ചെറിയ സ്റ്റോണുകളുമായിട്ട്. ഈ ചെറിയ സ്റ്റോണും വലിയ സ്റ്റോണും തരം തിരിക്കാനുള്ള കാരണം ഇത് നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ എൻഡ് പോർഷനിൽ അല്ലെങ്കിൽ ബ്രേക്ക് വാട്ടറിൻ്റെ ഫുൾ പോർഷനിലായിട്ട് തരം തിരിച്ച് അടുക്കുന്നതിന് വേണ്ടിയാണ് രണ്ട് ലെവലുകളായിട്ട് നാച്ചുറൽ സ്റ്റോൺ തിരിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട വ്യൂ തന്നെ വരാം. നമുക്കിത് ഈ സൈഡിലെല്ലാം നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് പോർട്ടിൻ്റെ മുൻവശത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതാ വലിയ നാച്ചുറൽ സ്റ്റോണുകൾ ഇവിടെ എല്ലാം തിരിച്ചു വെച്ചിട്ടുണ്ട്. കാരണം ഇതെല്ലാം നമ്മളെ ഈ എൻഡോൺ ഡംപിങ്ങിന് ആവശ്യമായിട്ട് ഇതാ ഇവിടെ നമുക്ക് ഇഞ്ചിൻലെസ് ബാർജ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതാ എക്സ്കവേറ്ററും കാണാൻ സാധിക്കും. എക്സ്കവേറ്റർ ഉപയോഗിച്ച് ഇഞ്ചിൻലെസ് ബാർജിൽ സ്റ്റോൺ കയറ്റുന്നതാണ് കാണാൻ സാധിക്കുന്നത്. ഇതാ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇഞ്ചിൻലെസ് ബാർജിലേക്ക് സ്റ്റോണുകൾ നമ്മൾ എക്സ്കവേറ്റർ ഉപയോഗിച്ച് കയറ്റുന്നുണ്ട്. കുറച്ചുകൂടി ക്ലാരിറ്റി ആയിട്ടാണ് ഈ വശത്ത് നിന്ന് കാണാൻ സാധിക്കുന്നത്. ബാക്കിയുള്ള ലോറികളെല്ലാം ഇവിടെ നിരനിരയായിട്ട് നിൽപ്പുണ്ട്. കാരണം അത് ബാർജിലേക്കും പോകുന്നതും പിന്നെ നേരിട്ട് ഇവിടെ ഡംപ് ചെയ്തിട്ട് ഈ സ്പ്ലിറ്റ് ബാർജിലേക്കും ഇഞ്ചിൻലെസ് ബാർജിലേക്കും കയറ്റുന്നതിനാണ്. തൊട്ടപ്പുറത്ത് നമുക്ക് ഇത് ഡംപിങ്ങിനായിട്ട് ലോറികൾ റെഡി ആയിട്ടുന്നുണ്ട്. കുറച്ച് തൊട്ട് മുന്നേ ഉള്ള വീല് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്പ്ലിറ്റ് ബാർജിലേക്ക് സ്റ്റോൺ കയറ്റുന്നത്. ഇതാണ് നമുക്ക് ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ അപ്ഡേഷന് സ്റ്റോൺ കൊണ്ടുപോകുന്ന സ്റ്റാർട്ടിംഗ് പോയിൻ്റുള്ള വ്യൂ.
ഫ്രണ്ട്സ് ഇനി കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ആക്രോപോഡ് കുറച്ചുകൂടി ഈ നമ്മളെ ഈ പറയുന്ന ഈ ലോറിയിൽ നിൽക്കുന്ന സൈഡിലേക്ക് ഇത് ആക്രോപോഡ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് കഴിഞ്ഞതിനെക്കാട്ടും കുറച്ചുകൂടി ഫില്ല് ചെയ്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് ആക്രോപോഡ് എല്ലാം ഫില്ല് ചെയ്തിട്ടുള്ളത്. അതായത് പോർട്ടിൻ്റെ എൻഡ് പോർഷൻ്റെ വർക്കാണ് നടന്നു കഴിഞ്ഞിട്ടുള്ളത്. അതും നമുക്കിവിടെ നിന്ന് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. പിന്നെ അത് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ 2 ബോട്ടുകളും പിന്നെ ഇത് ആക്രോപോഡിൻ്റെ ക്രെയിനും നമ്മൾ ഫസ്റ്റ് കണ്ടതാണ്. ക്രെയിനും കാണാം. ഇനി നമ്മൾ എൻഡ് ഓൺ ഡംപിങ് നമുക്ക് ഇവിടെ നിന്ന് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ വ്യൂവിലൊന്നും ഇവിടെ ഒന്ന് എൻഡ് ഓൺ ഡംപിങ് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കില്ല. കാരണം STS ക്രെയിൻ ഉണ്ടായിരുന്നു. ഈ STS ക്രെയിനെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോർട്ടിൻ്റെ പണികൾ പൂർത്തിയാകുന്നതനുസരിച്ച് ഇത് നീക്കിയിട്ടുണ്ട്. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ടുണ്ട്. അതുകൊണ്ടും കുറച്ചുകൂടി നമുക്ക് ഇവിടെ വന്നാൽ എൻഡ് ഓൺ ഡംപിങ് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. എൻഡ് ഓൺ ഡംപിങ്ങിൻ്റെ വീഡിയോ ഫസ്റ്റ് തന്നെ കണ്ട കാരണം അതിനി എടുത്തു പറയുന്നില്ല. ഇനി നമുക്ക് ഇവിടെ നമ്മൾ തൊട്ട് താഴെയായിട്ട് 2-3 ബോട്ടുകളുണ്ട്. ഈ ബോട്ടുകളാണ് ഇഞ്ചിൻലെസ് ബാർജിനെ കെട്ടി വലിച്ച് അതായത് ടൈ ചെയ്ത് കൊണ്ടുപോകുന്നത്. അതായത് എൻഡ് ഓൺ ഡംപിങ്ങിനൊക്കെ ഇഞ്ചിൻലെസ് ബാർജിനെ കൊണ്ടുപോകുന്ന ഇതുപോലുള്ള ബോട്ടുകളാണ്. ഇനി നമുക്ക് ഇവിടെ വന്നാൽ ബെർത്തിൻ്റെ സൈഡിലെ വ്യൂ ആണെങ്കിൽ ഉണ്ടോ, ഇതാണ് ബെർത്തിൻ്റെ പോർഷനിലെ വ്യൂ. ഇവിടെ വന്നാൽ കാണാൻ സാധിക്കുന്നത് ഇവിടെ വർക്കെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ബെർത്തെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. വളരെ വേഗത്തിലാണ് വർക്കെല്ലാം പൂർത്തിയാകുന്നത്. അതുമാത്രമല്ല സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് പറയുന്നത് പോലെ നമ്മുടെ ഇവിടെ കാണാൻ പറ്റുന്ന E സീരീസും D സീരീസും C സീരീസും ഈ പറയുന്ന 3 സീരീസിലുള്ള E01ഉം C01ഉം D01ഉമുള്ള ക്രെയിനുകൾ തരം തിരിച്ച് അതുമാത്രമല്ല അതിൻ്റെ സീരിയൽ നമ്പർ അനുസരിച്ച് ക്രമീകരിച്ചതായിട്ട് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. എത്ര ദൂരം വന്നാലും ഈ വ്യൂ വളരെ പെർഫെക്റ്റാണ് കാണാൻ. അതിന് മാത്രമല്ല ഇതിൻ്റെ ഇടയിൽ കൂടി നമുക്ക് എഫിഷ്യൻസി ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഭാഗമായിട്ട് 20 ഫീറ്റിൻ്റെയും 40 ഫീറ്റിൻ്റെയും കണ്ടെയ്നറുകളും ഇവിടെ കാണാൻ സാധിക്കും. വളരെ മനോഹരമാണ് ഈ വ്യൂ കാണാൻ. ഉണ്ടോ, ഇതാണ് ഈ വ്യൂ. ഫ്രണ്ട്സ്, ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ വീഡിയോ ഞാൻ വന്ന സമയത്ത് ഈ പോർട്ടിൽ വന്നതിന് അതായത് വരുന്നതിന് 1 മണിക്കൂർ മുമ്പ്, ഇപ്പോൾ ഞാൻ വന്നിട്ട് ഏതാണ്ട് 1.5 മണിക്കൂറായി. വരുന്നതിന് 1 മണിക്കൂറിന് മുന്നേ ഒരു സ്റ്റില്ലെടുത്ത് ഞാൻ ഇടാറുണ്ട്. എന്നിട്ട് ഞാൻ പറയും 3:30 വീഡിയോ അപ്ലോഡിംഗ് ആണ്. അത് ഞാൻ പോർട്ടിൽ വന്നിട്ട് ഒരു സ്റ്റില്ലെടുത്ത് അപ്ലോഡ് ചെയ്യുന്നതാണ്. നമ്മളെ സ്റ്റില്ല് നോക്കി അറിയാം പല ആംഗിളിൽ നിന്നാണ് പലപ്പോഴായിട്ട് ഇടുന്നത്. വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അങ്ങനൊരു സ്റ്റിൽ അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ പിന്നെ വീഡിയോ എടുക്കും. വീഡിയോ എടുത്തതിന് ശേഷം ഈ വിഴിഞ്ഞത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിരുന്ന് വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടാണ് ഞാൻ വീട്ടിലേക്ക് പോകുന്നത്. അതായത് നിങ്ങൾക്ക് എന്നാണോ വീഡിയോ ഇടുന്നത്, ഇന്ന് വീഡിയോ ഇട്ടില്ല ഇന്ന് തന്നെ നമ്മളെ പ്രേക്ഷകർക്ക് അത് വ്യക്തമായിട്ട് കണ്ട് മനസ്സിലാക്കുന്നതാണ്. ഓരോ ദിവസവും പെൻഡിങ് ഒരു കാരണവശാലും വരാറില്ല. അന്നത്തെ വീഡിയോ അന്നു തന്നെയാണ് അപ്ലോഡ് ചെയ്യുന്നത്. അതിനാൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആയി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും ആദ്യം തന്നെ നിങ്ങളുടെ കയ്യിൽ നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.